മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമ്മൾ കൈയടിക്കേണ്ട രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, രണ്ട് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സജ്ന സാജൻ. രാഹുലിനെതിരെ നടപടി വന്നത് അത് വി.ഡി. സതീശന്റെ ശാഠ്യത്തിൽ നിന്നാണെന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടതാണ്. പലരും രാഹുലിനെ സഹായിക്കാൻ ശ്രമിച്ചപ്പോഴും താൻ വളർത്തിയ രാഹുലിനെ തെറ്റുകൾ ബോധ്യപ്പെട്ട സതീശൻ പിന്നെ രാഹുലിനെ ഒരു തരത്തിലും പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതിന്റെ പേരിൽ സൈബർ ഇടത്തെ പാർട്ടി അണികളിൽ നിന്ന് ചില്ലറ ചീത്തയല്ല സതീശൻ ഏറ്റുവാങ്ങിയത്. ബോധ്യങ്ങളിൽ നിന്നാണ് നിലപാടുകളെടുക്കണം. ബോധ്യങ്ങളിൽ നമ്മുടെ കൺവിക്ഷനാണ്. അത് എൻ്റെ മാത്രമല്ല, നേതൃത്വത്തിൻ്റെ കൂട്ടായ തീരുമാനമാണത്. കൺവിക്ഷനാണ്. അത് ആൾക്കൂട്ടം പറഞ്ഞാൽ മാറില്ല. കേരളം മുഴുവൻ ഇരമ്പി വന്നാലും, ഞാൻ പറഞ്ഞേ, അറബിക്കടൽ പോലെ ഇരമ്പി വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനത്തിൽ മാറില്ല. അത് നിലപാടാണ്. അത് കുറേ കഴിയുമ്പോൾ ആൾക്കൂട്ടത്തിന് ബോധ്യം വരും. നിലപാടില്ല, മാറ്റം വരാൻ പാടില്ല. നമ്മൾ ചെയ്ത തെറ്റാണ് എന്ന് നമുക്ക് ഏത് സമയത്ത് ബോധ്യം വരുന്നു അപ്പോൾ കറക്റ്റ് ചെയ്യണം, പറഞ്ഞേക്കണം. തെറ്റ് പറ്റി. പിന്നെ രാഷ്ട്രീയത്തിൽ ഇമോഷണൽ എന്ന് പറയുന്ന കാര്യത്തിന് ഒരു അർത്ഥമില്ല. രാഷ്ട്രീയത്തിലും ഇമോഷണൽ റിസ്ക് ഒക്കെ എടുത്താൽ പാളിപ്പോകും. ആവശ്യമില്ലാത്ത തീരുമാനം അതല്ല. ബോധ്യം, കാൽക്കുലേറ്റഡ് റിസ്കേ രാഷ്ട്രീയത്തിൽ എടുക്കും. അതേ ഞാനും ചെയ്യുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പടിയടച്ച് പിണ്ടം വെക്കണമെന്ന നിലപാട് ധൈര്യമായി പറഞ്ഞ സജ്ന, നട്ടെല്ലുള്ള യുവ നേതാക്കൾ പാർട്ടിയിൽ ഇനിയും ബാക്കിയുണ്ടെന്നതിൽ സന്തോഷമുണ്ട്. യുവതി എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ഇത്രയും നാളെ ഈ ഒരു വിഷയത്തിൽ പരാതി കൊടുക്കാൻ മടിച്ചു നിന്ന അതിജീവിത ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വന്നപ്പോ അതിലൊരു പക്ഷെ എന്റെ ഒരു ഇടപെടലുകൂടെ അവർക്ക് പ്രചോദനം നൽകിയോ എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളത്. ഈ ഒരു വിഷയത്തിൽ ആ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിന്മേൽ തുടർന്നുള്ള നടപടികൾ തീർച്ചയായും കർശനമായ രീതിയിൽ തന്നെ ഉണ്ടാകും എന്നതാണ് വിശ്വാസം.